ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്ന ഒരു കാട്. അതായത് നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ പുരയിടത്തിലാണെങ്കിലും നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ കാട്. കാരണം ഈ കാട് കാരണം നമുക്കറിയാം ഇന്ന് പിന്നെ ഇഴജന്തുക്കൾ, പന്നിശല്യം, എന്തിനേറെ പറയുന്നു ആനശല്യം, ആനയുടെ ശല്യം വരെ പല പ്രദേശത്തും വർദ്ധിച്ചു വരികയാണ്. ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ വേറൊന്നുമല്ല. നമുക്കറിയാം കാലാകാലങ്ങളിൽ പഞ്ചായത്ത് ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഒരു സർക്കുലർ കൊടുക്കും, അവനവൻ്റെ പുരയിടത്തിലെ കാടുകൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, ആ മരങ്ങൾ മറ്റു വീടുകൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ ആ വീടുകൾ ഭീഷണിയാകുന്ന വീടുകൾ, ആ വീടിന് മേലെ നിൽക്കുന്ന മരങ്ങൾ ഒടിഞ്ഞു വീണോ അല്ലാതെയോ ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദി ആ വീട്ടിൻ്റെ ഉടമസ്ഥനായിരിക്കുമെന്ന് നമ്മൾ അതാത് പഞ്ചായത്തുകൾ അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഒരു കാര്യം ചോദിക്കുക. ഈ പഞ്ചായത്തുകൾ അറിയിപ്പുകൾ കൊടുത്ത് അവർ സർക്കുലർ കൊടുക്കുന്ന പ്രകാരം വെട്ടിമാറ്റുന്ന എത്ര പുരയിടമുണ്ടെന്ന് ഇവരറിയുന്നുണ്ടോ? നിയമം നടപ്പാക്കാൻ, നിയമം അനുസരിക്കാനുള്ള ആളുകൾ നന്നേ കുറവാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം ഒരു പഞ്ചായത്ത് ഭരണം, ആ പഞ്ചായത്തിൽ ജനപ്രതിനിധികളടങ്ങുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ്. പക്ഷേ പ്രതിനിധികളുടെ അനാസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. കാരണം ജനപ്രതിനിധികൾ ഓരോ വാർഡിലും എത്ര വീടുകളുണ്ടെന്നും എത്ര വീട്ടിൽ ഇത്തരം ഈ മരങ്ങൾ അപകടകരമായി നിൽക്കുന്നെന്നും കാടുകൾ വെട്ടിത്തെളിക്കാത്തുള്ളതെന്നൊക്കെ ആ ജനപ്രതിനിധിക്കറിയാം. പക്ഷേ ജനപ്രതിനിധികൾ ഒരിക്കൽ പോലും അതിന് മുൻകൈ എടുക്കാറില്ല. അത് ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. മനസ്സിലായില്ലേ? ആ ജനപ്രതിനിധികൾ ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾ തീർത്താൽ ഈ നാട്ടിൽ തന്നെ ഇഴജന്തുക്കളുടെയും പന്നിയുടെയും ആനയുടെയും ശല്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും, ഒരു പരിധിവരെ ഉണ്ടാകാതിരിക്കാനും പറ്റും. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് എന്തെന്ന് വെച്ച് ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാറില്ല. അവർ പല ബന്ധങ്ങളാണ്, അവർക്ക് പല സ്വാധീനങ്ങൾ കാണും പറഞ്ഞു വരുമ്പോൾ. അതുകൊണ്ട് അവർ മിണ്ടാട്ടമില്ല. ജയിക്കുന്നതിന് മുമ്പ് പല വാഗ്ദാനങ്ങളും നൽകും. ജയിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറില്ലെന്നുള്ളത് ഭൂരിപക്ഷം ജനപ്രതിനിധികളുടെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരും ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണമാണ്. അത് പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായിട്ട് വന്യജീവി ആക്രമണമുണ്ട്. അതുപോലെ ആനയുടെ ശല്യമുണ്ട്. ഇപ്പോൾ എന്തിനേറെ പറയുന്നത് പാമ്പിൻ്റെ ശല്യം കൂടെ കൂടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇത് സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ പാടില്ല. ഒരിക്കലും നമ്മളെ ഉടനടി വാർത്ത സർക്കാരിനെ കുറ്റം പറയുന്നില്ല. ഇത് ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സ്വന്തം പുരയിടം കാട് പിടിച്ച് കിടക്കുമ്പോൾ സ്വന്തം പുരയിടത്തിൽ ഒരു 10 പച്ചക്കറി കൃഷി ചെയ്യുവാനോ അതുപോലെ തന്നെ ഒന്നും വേണ്ട ഒരു മരച്ചീനി കൃഷി ചെയ്യുവാനോ ഏതെങ്കിലും കൃഷി ചെയ്യാനോ അവൻ തെളിക്കാറില്ല. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. പണ്ട് അവൻ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. ഇന്നത് മാറി. ഇന്ന് അവൻ്റെ വരുമാനമായിപ്പോയി. അവൻ്റെ മക്കളും ഇവിടില്ല, അല്ലെങ്കിൽ അവർ കുടുംബനാഥൻ ഇവിടില്ല, അവർ വർഷങ്ങളായിട്ട് വിദേശത്താണ്. ഇത് സർക്കാർ ഉത്തരവാദിയാണ്. ഒരു പരിധിവരെ സർക്കാർ ഉത്തരവാദിയല്ല. ഉടനടി വാർത്ത പറയുന്നു ഇത് സർക്കാർ, ജനങ്ങളാണ്. ഇത് വന്യജീവി ആക്രമണം നടത്തുമ്പോൾ സർക്കാർ തക്കതായിട്ടുള്ള അത് പ്രതിഫലം കൊടുക്കുന്നു, ആ സഹായമുണ്ടാകുന്നു. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ മുഖ്യ ഉത്തരവാദി ജനമാണ്. കാരണം അവനവൻ്റെ പുരയിടം കാട് പിടിച്ച് കിടക്കുന്നത് പകരം ഒന്നുകിൽ അവൻ തെളിച്ചിടുക, അല്ലെങ്കിൽ അവൻ കൃഷിയിലേക്ക് മാറുക, അല്ലെങ്കിൽ അവൻ തൊട്ടടുത്തുള്ള കൃഷി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് കൃഷി ചെയ്യാൻ അവർ പുരയിടം കൊടുക്കുക. ഒറ്റയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മാസം വാടകയ്ക്ക് വേണേൽ അത് കൊടുക്കാം, ഏതെങ്കിലും രീതിയിൽ കൊടുക്കാം. പക്ഷേ ഇതല്ല ഇന്ന് കണ്ടുവരുന്നത്. ഇത് സർക്കാരിന് കിടക്കപ്പുറതിയില്ല, വനം വകുപ്പ് മന്ത്രിക്ക് കിടക്കപ്പുറതിയില്ല. വന്യജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാടുള്ളിടത്തും അത് ഇന്ന് പെരുമാവിൻ്റെ ശല്യം, വിഷപ്പാമ്പുകളുടെ ശല്യം, പന്നിയുടെ ശല്യം, അങ്ങനെയുള്ള ആനകളുടെ ശല്യം, ഇതെല്ലാം കൂടി വരുന്നതിന് കാരണം ജനം തന്നെയാണ്. ഈ ജനമാണ് ഇതിന് വഴിവെച്ച് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പുതിയൊരു സംസ്കാരം വന്നിരിക്കുന്നു. ഒരു മിഷൻ കാട് വെട്ടാൻ വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ പരാതി വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന കാട് വെട്ടുന്ന ആളെ വിളിച്ചിട്ട് അവൻ ഒരു 10-12 അല്ലെങ്കിൽ 1-2 ദിവസം വർക്ക് ചെയ്തിട്ട് ആ മിഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മിഷൻ വർക്ക് ചെയ്ത കാടുകൾ മൊത്തം നേരെ തിരിച്ചു വരും. എന്നറിയാമോ? മിഷൻ വർക്ക് ചെയ്ത ഒരു കാരണവശാലും കാട് വെട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. ആ വെട്ടുന്ന കാട് അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇന്ന് ജനങ്ങൾ ബോധവാന്മാരായിട്ടുണ്ട്. അതേസമയം നമ്മൾ
കാട് തെളിക്കുകയാണെങ്കിൽ നമ്മൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൂമ്പ ഉപയോഗിച്ച് കാട് തെളിക്കുകയാണെങ്കിൽ അതൊരു പരിധി 1-2 മാസം കഴിയുമ്പോൾ കാട് കിളുക്കുകയുള്ളൂ. ഈ ഒരു സംസ്കാരം ഇന്നത്തെ സംസ്കാരം മാറിപ്പോയി. ഇന്ന് കാരണം ആൾക്കാരൊന്നും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സർക്കാരിനെയോ പഞ്ചായത്തിനോ കുറ്റം പറയാൻ പാടില്ല. പിന്നെ പഞ്ചായത്ത് ചെയ്യുന്നു, ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യം ഉത്തരവാദിത്വത്തോട് ജനപക്ഷത്തു നിന്നുകൊണ്ട് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് നടപടിയുണ്ടാകും. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ വ്യാപകമായിട്ട് നമുക്ക് കമൻറ്റ് വരുന്നു, നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്, ഈ കാട് വളരുന്നു. ഇതുപോലെ സമീപത്ത് ഞാൻ താമസിക്കുന്ന ഓരോരുത്തർ തൊട്ടടുത്ത് തന്നെ ഏക്കർ കണക്കിന് 5, 10, 15 ഏക്കർ റബ്ബർ തോട്ടമാണ് ചുമ്മാ കാട് പിടിച്ച് കയറി കിടക്കുക. വെട്ടത്തില്ല, എന്നാൽ ഈ റബ്ബർ മരം വെട്ടിക്കൊടുക്കും, അതുമില്ല. അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ പഴയ വീഡിയോയിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഏക്കർ കണക്ക് പത്തനംതിട്ട ജില്ലയിലെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഉപയോഗമില്ലാതെ കിടക്കുന്നത്. ഈ ഭൂമി സർക്കാർ അടിയന്തരമായി ഇത്തരം കാര്യം ഇടപെടണം. ഇത് വെട്ടിത്തെളിക്കുവാനുമുള്ള സംവിധാനം ചെയ്യണം. സർക്കാർ പിന്നെ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇത്തരക്കാരെ ഭൂമി ഉപേക്ഷിച്ച് പോയവരാണ് നിരവധി പേര്, വീടുകൾ ഉപേക്ഷിച്ച് പോയ നിരവധി പേരുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ സർക്കാർ നയപരമായ തീരുമാനമെടുക്കണം. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നയപരമായ തീരുമാനമെടുത്ത് അത് പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് അതിന് നിർദ്ദേശം കൊടുത്ത ഇത്ര ഏക്കർ ഭൂമി, അതായത് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം കാട് കയറി വന്യമൃഗങ്ങൾ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ നയപരമായിട്ടൊരു തീരുമാനമെടുത്താൽ ഇതിനൊരു പരിഹാരമുണ്ടാകും. അപ്പോൾ ഉടനടി വാർത്തയുടെ ഇന്നത്തെ വിഷയം, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, കാരണം എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ സമീപത്താണെങ്കിലും നമ്മുടെ എവിടെ ആണെങ്കിലും ശരി, നമ്മുടെ പുരയിടത്തിൽ നിൽക്കുന്ന കാട് നമ്മൾ തന്നെ വെട്ടിക്കളയുക, നമ്മൾ തന്നെ അത് നീക്കം ചെയ്യുക. വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങളും അതിൻ്റെ ശിഖരങ്ങളും നമ്മൾ തന്നെ കോതി വൃത്തിയാക്കുക. അത് നമ്മുടെ പൈസ കൊണ്ട്. ഇത് സർക്കാരിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധികൾ കൂടി മുൻകൈ എടുത്തുകൊണ്ട് അവിടെ പക്ഷാപാതമോ പക്ഷം നോക്കാതെ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഏറ്റവും വലിയ സഹായപരമായ നാടിനും വന്യമൃഗങ്ങൾ കൂടുതൽ വരാതിരിക്കുന്നതിനും പാമ്പ് ശല്യവും അതുപോലെ തന്നെ പന്നി ശല്യവും അതുപോലെ തന്നെ മയിൽ ശല്യവും അതുപോലെ തന്നെ കുരങ്ങിൻ്റെ ശല്യവും ആനകളുടെ ശല്യം ഒരു പരിധിവരെ നമുക്ക് നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. അല്ലാതെ മന്ത്രി വന്നുകൊണ്ട് റാന്നിയിലും ചിറ്റാറിലും പ്രഖ്യാപിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാത്തിനും പരിമിതിയുണ്ട്. അപ്പം ചക്ക വീഴുന്ന നമ്മുടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക കേട്ടോ. നമ്മുടെ പുരയിടങ്ങളിൽ നിൽക്കുന്ന ഈ ചക്ക തൊട്ടടുത്ത് 2 സെൻറ്റ് സ്ഥലം ഉള്ളവനാണെങ്കിൽ ഒരു ചക്ക പറിക്കാൻ പോലും അനുവാദം അവൻ കൊടുക്കത്തില്ല. കാരണം ഈ ചക്ക നശിച്ചു പോയാലും ഒരാളുടെ മണ്ടയ്ക്ക് വീണാലും അത് വന്യമൃഗങ്ങൾ വന്ന് കഴിച്ചാൽ പോലും തൊട്ടടുത്ത് കിടക്കുന്ന ആളെന്ന് പറിച്ചുകൊണ്ട് പൊക്കുമെന്ന് ഒരു മനുഷ്യൻ, അതാണ് മലയാളി. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ആരോടാണ് കുറ്റം പറയുന്നത്? നമ്മൾ തന്നെ നമുക്ക് വിനയാകുന്നു. അതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. കുറേ നന്മയിലേക്ക് നമ്മൾ പോവുക, മനുഷ്യൻ ചിന്തിക്കുക. പ്രത്യേകിച്ച് മലയാളി, അവൻ കഠിനാധ്വാനത്തിലേക്ക് പോവുക, കുറേ കഷ്ടപ്പാടുകൾ സഹിക്കണം, എന്നാലേ ജീവിതം ശരിയാവുള്ളൂ. അതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല, അത് നമ്മൾ ജീവിക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നവനും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നതിന് നന്ദി, നമസ്കാരം. ഓക്കെ, ഇപ്പം 8 മിനിറ്റ് 32 സെക്കൻഡ് ആയിക്കോട്ടെ. എല്ലാവരും വീഡിയോ കാണണം, പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.